Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഷവർമ ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിക്കുന്നുള്ളൂ. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ദാ ഇപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഈ പിച്ചി കീറിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് കീറിയെടുക്കണം. അപ്പോൾ ഞാനിതൊരു ഫോർക്ക് ഉപയോഗിച്ചാണ് ഒന്ന് കീറിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുക്കുംബർ, ഒരു ടൊമാറ്റോ, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു സവോള. അപ്പോൾ ഇത്രയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കാം കേട്ടോ. പക്ഷേ എപ്പോഴും ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വന്നത് ഒലിവ് ഓയിലിൽ ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർക്കാം. അപ്പോൾ ഈ മയോണൈസിൻ്റെ ഒക്കെ വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി മയോണൈസ് ചേർക്കാം, എങ്കിലേ ആ ഒരു ഷവർമേൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണുള്ളൂ. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വലിയ ബ്രെഡാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ആ ഫില്ലിംഗ് ഒക്കെ കുറച്ചധികം വയ്ക്കണമെങ്കിലേ ഇപ്പോൾ വലിയ ബ്രെഡാണ് നല്ലത്. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് വെച്ചാൽ മതി. 2 ബ്രെഡ് ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, 2 എണ്ണം ഒരുപോലെ വെച്ച് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 2 മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ബ്രെഡ്, നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അതിനകത്ത് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത ഈ ബ്രെഡ് ഈ മുട്ടവെള്ളയിൽ മുക്കിയെടുക്കുമ്പോൾ ഈ 2 ബ്രെഡും തമ്മിൽ നല്ല പോലെ സീലായിക്കോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഈ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ഈ ബ്രെഡിൻ്റെ പൊടിയൊന്നും ഒട്ടും തന്നെ എണ്ണയിൽ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഈ ബ്രെഡ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഷവർമ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബ്രെഡിൻ്റെ പോക്കറ്റ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഈ ബ്രെഡ് ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ നിന്നൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി എടുത്തേച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ഷവർമയുടെ കൂട്ട് വച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബ്രെഡ് പൊരിച്ചെടുക്കലും ഒക്കെ ഒരു പണിയായിട്ട് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരെണ്ണോടെ തയ്യാറാക്കാം. അപ്പോൾ ഇത് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം, മറ്റേ സൈഡിൽ നമ്മൾ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ആ ഒരു മയോണൈസ് തേച്ച ഭാഗത്തേക്ക് നമുക്ക് ആ ഷവർമയുടെ ആ ഒരു മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ മറ്റേ ഇതും കൊണ്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതും ഒരു ഷവർമയുടെ ഒരു ഇതിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തൊക്കെ എടുത്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരിതാണിത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.